ക്രാഫ്റ്റ് ചെയ്യുന്ന ആവേശം കാണും. എൻ്റെ കൈ മുറിഞ്ഞു ഗൈസ്. ഇതെങ്ങനെയാണ് പറ്റിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പേപ്പറും ടിഷ്യൂ പേപ്പറും ഒക്കെ കൊണ്ട് നമ്മളൊരു തട്ടിക്കൂട്ട് ഡേസി ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ എടുക്കുക, അതിൽ ഗമ്മാക്കുക, ജസ്റ്റ് ഒരു ബോൾ പോലെ ചുരുട്ടുക. ഇനി ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ആ ബോൾസിൽ കുറേ കുത്തുകളിട്ട് കൊടുക്കണം. ഇവിടെയാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. കാരണം ഞാനെടുത്ത പിന്നിൻ്റെ മൂർച്ചയില്ലല്ലോ എന്ന് ഓർത്തിട്ട് നല്ല നേരെ കൊണ്ട് അതിൻ്റെ കയ്യിലായിപ്പോയി. അപ്പോൾ എല്ലാവരും ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കി കണ്ടുമൊക്കെ ചെയ്യണേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആ ബോൾസിന് യെല്ലോയിഷും ഗ്രീനിഷും ആയിട്ടൊരു ടിൻറ്റ് പോലെ കൊടുക്കണം. ഇത് നമ്മുടെ ഡേസി ഫ്ലവറിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഡിസ്ക് ഫ്ലോററ്റിന് വേണ്ടിയിട്ടാണ്. ആ പേരൊന്നും കേട്ടാരും പേടിക്കേണ്ട, പൂവിൻ്റെ നടുക്കത്തെ ഭാഗത്തിലാണ്. ഇനി ഈ ഫ്ലവർ മേക്കിങ്ങിലെ ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പായിട്ടുള്ള പെറ്റൽസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോണേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഷേപ്പിൽ പേപ്പർ എടുക്കുക, അത് 4ആയിട്ട് മടക്കുക, ഇതേപോലെ സി ഷേപ്പിൽ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ പേപ്പർ ഒന്ന് മടക്കിയിട്ട് നമുക്ക് വേണ്ട പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മുറിക്കുക. അതിനുശേഷം ആ മടക്ക് പോലെ വരുന്ന പാർട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ പെറ്റൽസിനെ ഒന്ന് നിവർത്തി കൊടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ യെല്ലോ ബോൾ ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പെൻസിൽ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക പെറ്റൽസിനെ. അതിനുശേഷം ഇതുപോലെ കുറച്ച് പേപ്പർ റോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഗ്രീൻ പെയിൻറ്റ് അടിച്ചെടുക്കുക. ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റെമ്മിനായിട്ടാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവറും സ്റ്റെമ്മും കൂടി ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് തന്നെ ഡേസി ഫ്ലവേഴ്സ് ഉണ്ടായി കഴിഞ്ഞു. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.